കഴിഞ്ഞ 4 ദിവസവും കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചല്ലോ. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 5-ാം ദിവസം രാത്രി കർത്താവിന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവകൃപ പകർന്ന് കർത്താവ് നമ്മെ സഹായിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ വാതിൽ കർത്താവ് തുറന്നു കൊടുക്കുവാൻ, അത് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ, പ്രത്യാശ വർദ്ധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. ചേർന്നൊരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. യേശുനാമം അതിശയനാമം, കേഴേരിക്കുന്ന നാമം. യേശുനാമം അതിശയനാമം, കേഴേരിക്കുന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേരിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേരിക്കുന്ന നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേരിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേരിക്കുന്ന നാമം. മാനം ഭൂമിയേവം പാതാളമൊരുപോ വാഴ്ത്തി വണങ്ങും നാമം. മാനം ഭൂമിയേവം പാതാളമൊരുപോ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെ ആയുധം വെപ്പിച്ച നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെ ആയുധം വെപ്പിച്ച നാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേരിക്കുന്ന നാമം. ആമീൻ. ശ്രീയേശുനാമം അതിശയനാമം, കേഴേരിക്കുന്ന നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജയം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജയം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തീരുമെന്ന് വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തീരുമെന്ന് വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേരിക്കുന്ന നാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം, കേഴേരിക്കുന്ന നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം.
രോഗബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മൂടന്തർക്കും ദുഷ്ടരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. ശ്രീയേശുനാമം അതിശയനാമം കേളനിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം കേളനിക്കുന്ന നാമം. നീതിയോടെ രാജ്യഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യഭാരമേൽപ്പാൻ ഭൂമി വേഗം വരുന്ന നാമം. നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴും നാമം. നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴും നാമം. ശ്രീയേശുനാമം അതിശയനാമം കേളനിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം കേളനിക്കുന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം കേളനിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം കേളനിക്കുന്ന നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം. അന്യരെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചുക ഉന്നതന്റെ വന്യനാമം. അന്യരെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചുക ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം കേളനിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം കേളനിക്കുന്ന നാമം. എല്ലാ നാം മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തീരുമൻ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തീരുമൻ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം കേളനിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം കേളനിക്കുന്ന നാമം. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 5-ാം ദിവസം സന്ധ്യാസമയത്ത് നമുക്കൊന്നിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് കഴിഞ്ഞ 4 ദിവസവും ദൈവത്തിന്റെ ദാസനിൽ കൂടെ കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു.
ഇന്നലെ രാത്രിയും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ആ ഉറപ്പ് എന്തെല്ലാമാണെന്ന് സംസാരിപ്പാൻ തക്കോണം കർത്തദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. വീണ്ടെടുപ്പ് നാളിനായി വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മളെ മുദ്രയിട്ടു. നമ്മുടെ മേൽ പകർന്ന ദൈവാത്മാവിന്റെ ആ കൃപയ്ക്കായി, ശക്തിക്കായി നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപം പോക്കി നമ്മെ വിടുവിച്ച, നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നേറി പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ആ പ്രകാരം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നയിച്ച് നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവിന്റെ വരവിനായി നമുക്ക് നോക്കി പാർക്കാം. ഇന്ന് രാത്രിയിലും ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും IPC ബഥേൽ ദുബൈയുടെ സ്നേഹവന്ദനം. കർത്തൃദാസന് നമ്മുടെ മധ്യത്തിൽ ജോയിൻ ചെയ്യാനിടയായല്ലോ. ദേവദാസനെയും സ്വാഗതം ചെയ്യുന്നു. സമയം കർത്തൃദാസന് വേണ്ടി വേർതിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാം സഹായിക്കുമാറാണ്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയപുത്രൻ മുഖാന്തരം നമ്മെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ രക്തം മുഴുവനും ഊറ്റിത്തന്ന് ക്രൂശിൽ മരിച്ചവരിൽ നിന്നും ആദ്യജാതനായി ഉയർത്ത് ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലഭാഗെ മഹാപുരോഹിതനായി ജീവിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസന്മാർക്ക്. പിന്നെയും നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കലായിരിക്കുന്നല്ലോ. ദൈവവചന പഠനത്തിനായി കർത്താവ് നമുക്ക് ഒരുക്കിത്തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. നിങ്ങളും ഈ അവസരത്തെ വിലപ്പെട്ടതായി കണ്ട് കൂടി വരുന്നതിൽ, കൂട്ടായ്മ ആചരിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കും അഭിനന്ദനങ്ങളും നന്ദി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തിരുവെഴുത്തിൽ നിന്നും പഠിച്ചു കൊണ്ടിരുന്നത്. ആ വിഷയം തീരുന്നില്ല. ഇനിയും പല ദിവസങ്ങൾ പഠിക്കുവാനായിട്ടുള്ളത് നമുക്ക് ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വിഷയത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കും. സ്തോത്രം. 1957 തൻ്റെ ഏതാണ്ട് 50കളിൽ വെച്ച് ഒരു 8 സ്റ്റോറി ബിൽഡിംഗ്, 8 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത ഈജിപ്തിലെ കനേഡിയൻ അംബാസിഡർ നോർമാന്റെ ആത്മഹത്യാ കുറിപ്പ് ഞാനൊരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഗൂഗിളിലും തപ്പിയാൽ കിട്ടും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ.
ഒരു മിഷനറി കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു താൻ. ഒരു ഡിപ്ലോമാറ്റായിട്ട്, ഒരു നയതന്ത്രജ്ഞനായി താൻ ഈജിപ്തിലായിരുന്നു. ചില ആരോപണങ്ങളൊക്കെ തനിക്കെതിരെ ഉണ്ടായി. ആവർത്തിച്ചുണ്ടായ ആരോപണങ്ങളിൽ മനം നൊന്ത് അദ്ദേഹം, ഞാൻ ഈ പറഞ്ഞതുപോലെ, ആത്മഹത്യ ചെയ്തു. 8 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടി മരിച്ചു. കെയ്റോയിൽ വെച്ചാണ് സംഭവം. അദ്ദേഹത്തിന്റെ 3 ആത്മഹത്യാ കുറിപ്പുകൾ ഉണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: I should kill myself. No other way for me. For it is impossible for me to live without a hope. എനിക്ക് എന്നെ തന്നെ കൊന്നേ പറ്റൂ. വേറെ ഒരു മാർഗം എൻ്റെ മുൻപിലില്ല. കാരണം ഒരു ആശയില്ലാതെ, പ്രത്യാശയില്ലാതെ ജീവിച്ചിരിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല, അസംഭവ്യമാണ്. നോക്കൂ, ഒരു വലിയ മനുഷ്യൻ, എ ഹിസ്റ്റോറിയൻ, എ ഡിപ്ലോമാറ്റ്, എ റൈറ്റർ, ആൻ ഓഥർ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കൊടുത്തിട്ടുള്ള വിവരണങ്ങൾ, വിശദീകരണങ്ങൾ. പ്രത്യാശയില്ലാതെ ജീവിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു വലിയ മനുഷ്യൻ. ആരോപണങ്ങൾ ശരിയോ തെറ്റോ ഇതൊന്നും നമുക്കറിയില്ല. ഇന്ന് ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഇന്നുള്ളത് നമ്മുടെ നാട്ടിലാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ വിളിക്കപ്പെടുന്നെങ്കിലും ഏറ്റവും അധികം സൂയിസൈഡ്സ്, ആത്മഹത്യകൾ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. എന്തുകൊണ്ട്? അതിലൊരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് ഒരു പ്രത്യാശയില്ല എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുവാൻ ഒരു ലക്ഷ്യബോധമില്ല. ലക്ഷ്യബോധമില്ല. ജനിച്ചു പോയതുകൊണ്ടും മരിക്കാഞ്ഞതുകൊണ്ടും മാത്രം ജീവിക്കുന്ന വെറും ജീവശവങ്ങളായി പലരും, ഭൂരിപക്ഷം ജനസംഖ്യയുമായിരിക്കുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേരാണ് കനേഡിയൻ അംബാസിഡർ ഹെർബർട്ട് നോർമാൻ. ഹെർബർട്ട് നോർമാൻ, HERBERT, നോർമാൻ. ഗൂഗിളിലും തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. ഹെർബർട്ട് നോർമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. വളരെ എഗേർട്ടൺ ഹെർബർട്ട് നോർമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. 1909 സെപ്റ്റംബർ 1 തീയതി ജനിച്ചു. 47-ാമത്തെ വയസ്സിൽ 1957 ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഹീസ് നോൺ ആസ് എ കനേഡിയൻ ഡിപ്ലോമാറ്റ്, എ കനേഡിയൻ അംബാസിഡർ ടു ഈജിപ്റ്റ്. പ്രത്യാശയില്ലാത്തൊരു ലോകം, നാളെയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ, എന്തിനു ജീവിക്കുന്നു എന്ന് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. ജനിച്ചുപോയി, ഇതുവരെ മരിച്ചതുമില്ല, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. അല്ല, വേദപുസ്തകം വിശ്വസിക്കുന്ന, വേദപുസ്തകം അനുസരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ചിലപ്പോൾ അവൻ ഒരു നിരക്ഷര കുച്ചിയായിരിക്കാം, ഇല്ലിറ്ററേറ്റ്, തമ്പ് ഇംപ്രഷൻ നടത്തുന്ന, ഞങ്ങളൊക്കെ അങ്കൂട്ട ഛാപ്പ് എന്ന് വിളിക്കും.
അങ്കൂട്ടച്ച, അക്ഷരാഭ്യാസം ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയായാൽ പോലും തിരുവെഴുത്തുകളിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരുവന് ജീവിതത്തിൽ അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്ന അതിപ്രധാന ഘടകമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം. കാരണം ബൈബിൾ ഈസ് ഫുൾ ഓഫ് പ്രോമിസസ് ആൻഡ് ഹോപ്പ്. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഏറ്റവും അധികം പ്രത്യാശ നൽകുന്നതും വാഗ്ദത്തങ്ങൾ നൽകുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേരാണ് എ പീപ്പിൾ ഓഫ് പ്രോമിസ്, വാഗ്ദത്തത്തിൻ്റെ ജനത. ഇന്ന് ഞങ്ങൾക്കിവിടെ അടുത്തൊരു ഫ്യൂണറൽ സർവീസ് ഉണ്ടായിരുന്നു. ഒരമ്മച്ചിയുടെ മരണം ഇന്നലെ നടന്നു. അതിൻ്റെ അടക്കമായിരുന്നു. ദൈവവചനം അവിടെയും പങ്കുവയ്ക്കുവാൻ അല്പസമയം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങളോടും കൂടെ ഒന്ന് പറയാമെന്ന് കരുതുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് എന്നും ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട്. അതിൻ്റെ സമയം ആക്ച്വലി രാത്രി 8:30 തൊട്ട് 10 മണി വരെയാണ്. നമ്മുടെ ഈ ക്ലാസ്സുകൾ നിമിത്തം ഈ ദിവസങ്ങളിൽ ഞങ്ങളത് കുറച്ച് പ്രീപോൺ ചെയ്ത് പുറകോട്ടാക്കി. 6:45 തൊട്ട് 8 മണി വരെയാക്കി. 8:10 വരെയാണ്. അതുകൊണ്ടാണ് ഞാൻ അല്പം 10 മിനിറ്റ് ലേറ്റായിട്ട് ജോയിൻ ചെയ്യുന്നത്. ആ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ആവർത്തനമായിരിക്കും എങ്കിൽ കൂടെ മറ്റുള്ളവർക്കായി അത് ഞാൻ പ്രസ്താവിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. ഒന്ന് വായിക്കാം നമുക്ക്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 2 Peter chapter 1 verse 4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അവിടെ we see a divine provision of power and promise. ദൈവം നമുക്കവിടെ നൽകുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, തൻ്റെ ദിവ്യശക്തി. 2, വാഗ്ദത്തങ്ങൾ, പ്രോമിസസ്. ആ പ്രോമിസസ്, വാഗ്ദത്തങ്ങളുടെ വിശേഷത, അഡ്ജക്റ്റീവ്സ് കണ്ടോട് ഉപയോഗിച്ചിരിക്കുന്നത് വിലയേറിയതും, പ്രഷ്യസ്. പിന്നെ അതിമഹത്തായതും, exceedingly great. Precious and exceedingly great promises. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. എന്തെല്ലാമാണ് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ? ആദ്യ ദിവസമോ മറ്റോ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു ഗോൾഡൻ വിസ നമുക്ക് UAE തരുന്നതാണോ? അല്ലെങ്കിൽ നമുക്കവിടെ സിറ്റിസൺഷിപ്പ് തരുന്നതാണോ? അത്ര സാധ്യമല്ലാത്തൊരു കാര്യം. അതോ നമുക്ക് ഏതെങ്കിലും സമ്പന്ന രാഷ്ട്രങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റമാണോ, മൈഗ്രേഷൻ?
അതോ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഭൗതിക തരത്തിലുള്ള കാര്യങ്ങളാണോ? 2026 തുടക്കം, 2025 അവസാനമൊക്കെ ഇങ്ങനെ ഒത്തിരി വാഗ്ദത്തങ്ങളൊക്കെ കിട്ടുന്ന സമയങ്ങളാണ്. 2025 പൂർത്തിയാകാത്തതൊക്കെ 26 നിനക്ക് നിവർത്തിക്കുന്ന വർഷമാണ് മകനെ മകളെ എന്നൊക്കെ പറയുമ്പോൾ അല്പം വൈബ്രേഷനും കൂടെ ഒക്കെ വന്നാൽ നമുക്കും വൈബ്രേഷനൊക്കെ ആയിപ്പോ, നമ്മളും വൈബ്രേറ്റ് ആവും. ഇതൊന്നുമല്ല. ഇതൊക്കെ പ്രാപിക്കാൻ നമുക്ക് യേശുവിനെ ഒന്നും വേണ്ടെന്നേ. ഈ ഭൂമിയിലെ നന്മകളൊക്കെ പ്രാപിക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ ആവശ്യമൊന്നുമില്ല. കർത്താവിനെ കൊണ്ടാണോ ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരൊക്കെ സമ്പന്നന്മാരായത്? ഒന്നുമല്ല. ഞാനതിനെ പലപ്പോഴും പറയാറുണ്ട്. മനസ്സിലാക്കുന്ന ഒരു കാര്യം, യാത്രാമംഗളങ്ങൾക്കും വിവാഹം നടക്കാനും മക്കൾ ജനിക്കാനും ആൺകുട്ടികൾ ജനിക്കാനും നേട്ടങ്ങൾ കൈവരിക്കുവാനും ഒന്നും യേശുവിൻ്റെയോ ദൈവത്തിൻ്റെയോ ആവശ്യം നമുക്കില്ല. കർത്താവിനെ കൂടാതെ തന്നെ ഇതെല്ലാം നമുക്ക് ലഭിക്കാം. ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അവിടെ നമ്മൾ കാണുന്നുണ്ട് 3-ാം അധ്യായത്തിന്റെ 23 മുതൽക്കുള്ള വാക്യങ്ങളിൽ ആദം ഹവ്വമാരെ ദൈവം ഏദനിൽ നിന്നും പുറത്താക്കി. 4-ാം അധ്യായത്തിന്റെ 11 മുതൽ കാണുന്നുണ്ട് കയീനെ ദൈവം ശപിച്ച് തിരുസന്നിധിയിൽ നിന്നും ആട്ടിക്കളയുന്നു. എന്നാൽ കിഴക്കോട്ട് പോയ ദൈവം ആട്ടിക്കളഞ്ഞ് ദൈവസന്നിധിയിൽ നിന്നും ഇറക്കി വിട്ട് പുറപ്പെട്ടു പോയ കയീൻ കിഴക്കോട്ട് പോയപ്പോൾ അവന്റെ കല്യാണം നടന്നു, മക്കള് ജനിച്ചു. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ദ ഫസ്റ്റ് സിവിലൈസേഷൻ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സംസ്കാരം അല്ലെങ്കിൽ സാംസ്കാരിക നഗരം ഏതാണെന്ന്? മെസൊപ്പൊട്ടാമിയ അല്ല. ബാബിലോൺ അല്ല, അതിനു മുമ്പുണ്ട്. ഹാനോക്ക് എന്നുള്ളതാണ്. മെസൊപ്പൊട്ടേമിയ ഏറിയ ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. പക്ഷേ ഹാനോക്ക് 4-ാം അധ്യായത്തിന്റെ 12 തൊട്ടുള്ള വാക്യങ്ങളിലാണ് അടിസ്ഥാനപ്പെടുത്തി ഞാൻ ഈ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം. കയീന് ജനിച്ച മകന്റെ പേരാണ് ഹാനോക്ക്. മറ്റൊരു ഹാനോക്ക് ഉണ്ട്, അത് പിന്നീട്. അവൻ എന്നിട്ട് ഒരു നഗരം അല്ലെങ്കിൽ പട്ടണം പണിതു. ആ പട്ടണത്തിന് തൻ്റെ മകന്റെ പേരുമിട്ടു. സ്തോത്രം. ബാബിലോണൊക്കെ ജലപ്രളയത്തിന് ശേഷം വരുന്നതാണ്. അതിനും മുമ്പ് നടന്ന കാര്യമായത്. ആദ്യത്തെ ലോക സംസ്കാരമാണിവിടെ. അപ്പം അത്രയ്ക്ക് നേട്ടം ആര് കൈവരിച്ചു? കയീൻ. ദൈവം ആട്ടിക്കളഞ്ഞ, ദൈവത്തോട് വഴക്കിട്ടിട്ട് പോയ, ദൈവസന്നിധിയിൽ നിന്നും ദൈവം തള്ളിക്കളഞ്ഞ കയീന്റെ ജീവിതത്തിൽ ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാൻ അവന് സാധിച്ചു. അതുപോലെ ലോകത്തിൽ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ലോകത്തിലെ ഈ കാര്യങ്ങളൊന്നും കൈപ്പറ്റാൻ വേണ്ടി നമുക്ക് കർത്താവിൻ്റെ സഹായം ഒന്നും വേണ്ടെന്നേ. നമ്മളിൽ പലരും ചെയ്യുന്നത് ഇവയെല്ലാം കൈപ്പറ്റാനുള്ള ഒരു കുറുക്കു വഴിയായിട്ട് യേശുവിനെ കാണാറുണ്ട്. അയ്യോ, അരുതേ, പ്ലീസ് അരുതേ. നമ്മുടെ മനസ്സിൻ്റെ മോഹങ്ങളും ജഡത്തിൻ്റെ താല്പര്യങ്ങളുമൊക്കെ നിവർത്തിക്കുന്നതിനുള്ള കുറുക്കു വഴിയായി മശിഹാ തമ്പുരാനെ കാണരുതേ. അവരോടൊക്കെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്തോത്രം. എന്നെ നിങ്ങൾക്ക് ന്യായാധിപൻ, ന്യായകർത്താവ്,
വസ്തു വിഭജിച്ചു തരുന്നവൻ ഒക്കെ ആക്കി തീർത്ത താരെ. ലൂക്കോസ് 12:13 വാക്യമാണ് ഞാനീ പറഞ്ഞത്. അങ്ങനെ നമ്മൾ യേശുവിനെ ഭൗമ വസ്തുക്കളുടെ ലഭ്യതയ്ക്ക് വേണ്ടിയുള്ള മാധ്യമമാക്കി മാറ്റരുത്. പലരുടെയും ജീവിതത്തിൽ യേശു അങ്ങനെയുള്ള ഒരു ഏജന്റ്, ഒരു ദല്ലാള് മാത്രമാണ്. അരുതേ. പറഞ്ഞു വരുന്നത് 2 പത്രോസ് 1:4. സ്തോത്രം. ദൈവം നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നു. അത് ഒറ്റ വാക്കിൽ ഭൗതികം അല്ല, താൽക്കാലികം അല്ല, ലൗകികം അല്ല, ജഡത്തിന്റെ മോഹനിവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. സ്തോത്രം. പകരം എന്നെ വളരെയധികം സ്വാധീനിക്കുന്ന, ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ അമ്മച്ചിയുടെ അടക്ക ശുശ്രൂഷ സമയത്ത് പങ്കുവെച്ച ഒരു 9 കൂട്ടം കാര്യങ്ങൾ ഈ വാഗ്ദത്തവുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പറയാം. ഈ വാക്യമാണ് നമ്മുടെ മുൻപോട്ടുള്ള ചിന്തകൾക്ക് ആധാരമായിരിക്കുന്നത്. നമ്മളിപ്പോൾ വായിച്ച 2 പത്രോസ് 1:4. നമുക്ക് അതിനെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ദൈവം നമുക്ക് തന്നത് ദൈവശക്തി, വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. എന്തിനു വേണ്ടി? വാട്ട് ഈസ് ദ പർപ്പസ്? ദ പർപ്പസ് ഓഫ് ദീസ് പ്രോമിസസ്. അതിനും 2 വശങ്ങളുണ്ട്. ഒന്ന്, ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുക, abstaining from the decay. ഈ ലോകത്തിൻ മോഹത്താലുള്ള നാശത്തിൽ നിന്നും നാം ഒഴിവുള്ളവരാവുക, രക്ഷിക്കപ്പെടുക. 2, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. സ്തോത്രം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ. സ്തോത്രം. അത് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് ക്രിസ്തുവിന്റെ വരവിനായിട്ട് എങ്ങനെ ഒരുങ്ങണമെന്ന് ചിന്തിക്കുന്നത്. എങ്ങനെ ഒരുങ്ങണം എന്നതിനു വേണ്ടി ദൈവം നമുക്ക് വിലപ്പെട്ട വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു. സ്തോത്രം. അത് ഞാൻ ഓടിച്ചൊന്ന് പറയാം, വിശദീകരിക്കുവാൻ ദിവസങ്ങൾ വേണം. അതിലേറ്റവും ഒന്നാമത്തേതാണ് നമ്മൾ ഇന്നലെ വരെ ചിന്തിച്ചു കൊണ്ടിരുന്നത്, ദ പ്രോമിസ് ഓഫ് ഹിസ് കമ്മിങ്. കർത്താവിൻ്റെ വരവിൻ്റെ വാഗ്ദത്തം. പത്രോസ് അങ്ങനെ തന്നെയാണ് അതിനെ വിളിക്കുന്നത്. 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. 2 പത്രോസ് 3:5 വാക്യം. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചില പരിഹാസികൾ ചോദിക്കുന്നു. സ്തോത്രം. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം, ദ പ്രോമിസ് ഓഫ് ഹിസ് മാനിഫെസ്റ്റേഷൻ. സ്തോത്രം. ഹിസ് അപ്പിയറൻസ്. അതെ, നമുക്കുള്ള ഏറ്റവും ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവി വാഗ്ദത്തമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ അല്ലെങ്കിൽ വരവിൻ്റെ വാഗ്ദത്തം. നമ്മൾ ഇന്നലെ വരെ കണ്ടല്ലോ, ആ വാഗ്ദത്തം നമുക്ക് ഏറ്റവും ആദ്യം തന്നത് മറ്റാരുമല്ല, ഭോഷ്കില്ലാത്ത നമ്മുടെ കർത്താവ് തന്നെയാണ്. യോഹന്നാൻ 14:3 നമ്മുടെ കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത്
നിങ്ങളും ഇരിക്കേണ്ടതിന് അല്ലെങ്കിൽ നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. ഹെർബർട്ട് നോർമാൻ എന്ന് പറയുന്ന ഈ കനേഡിയൻ ഡിപ്ലോമാറ്റ്, കാനഡയുടെ ഒരു നയതന്ത്രജ്ഞനായിരുന്ന, ഹിസ്റ്റോറിയൻ, ചരിത്രകാരനായിരുന്ന ഈ വലിയ മനുഷ്യൻ ഒരു മിഷണറി ദമ്പതികൾക്ക് ജനിച്ച മകനായിട്ടുകൂടെ പ്രത്യാശയില്ലാത്തവനായി ആത്മഹത്യ ചെയ്തുവെങ്കിൽ സാധാരണക്കാരായ ഞാനും നിങ്ങളും മല പോലെ നമ്മെ വിഴുങ്ങുവാൻ കടന്നു വന്ന അനേകം പ്രശ്നങ്ങളുടെ മുൻപിലും തളരാതെ നിന്നത്, സ്തോത്രം, നിൽക്കുവാൻ മേലിലും കഴിയുന്നത് നമുക്ക് കർത്താവ് തന്നിട്ടുള്ള ഈ പ്രത്യാശ നിമിത്തമാണ്. സ്തോത്രം. ആ പ്രത്യാശയുടെ ഒന്നാമത്തെ ഘട്ടം, 9 തലങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം. ഉറപ്പുകളൊക്കെ നമ്മൾ ഇന്നലെ വരെ കണ്ടല്ലോ. സ്തോത്രം. നമ്മുടെ കർത്താവ് വരും നിശ്ചയം. രണ്ടാമത് നമുക്കുള്ള വാഗ്ദത്തം യോഹന്നാൻ 14:3 തന്നെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ഹി വിൽ ടേക്ക് us ഹോം വിത്ത് ഹിം. നമ്മുടെ കർത്താവ് നമ്മെ തന്നോട് കൂടെ കൊണ്ടുപോകും. സ്തോത്രം. കർത്താവ് നമ്മെ തന്നോട് കൂടെ കൊണ്ടുപോകും. നമ്മളെ ഒന്ന് കാണാൻ വരികയല്ല. നമ്മുടെ പാസ്റ്റർ നമ്മുടെ വീട്ടിൽ വരുന്നത് പോലെ ഒന്ന് സന്ദർശിക്കാൻ വരുന്നതല്ല. രോഗിയെ കാണാൻ സന്ദർശകർ വരുന്നത് പോലെ 1 കിലോ ആപ്പിളും ഒരൽപ്പം എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സും വാങ്ങിച്ചുകൊണ്ട് നമ്മളെ ഒന്ന് കാണാൻ വരികയല്ല. നമ്മുടെ കർത്താവ് വരുന്നത് നമ്മളെ തൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാ. സ്തോത്രം. ആ പ്രത്യാശയുള്ളവരാ നമ്മൾ. ആ വാഗ്ദത്തമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. വിലയേറിയ വാഗ്ദത്തം. സ്തോത്രം. കർത്താവ് നമ്മെ തന്നോട് കൂടെ കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. കൂടെ കൊണ്ടുപോകും. നിങ്ങളിൽ പലരും കുടുംബസ്ഥരായിട്ടാകാം അവിടെ പാർക്കുന്നത്. ചിലർ ഒറ്റയ്ക്കും, ഭാര്യയോ മക്കളോ ഒക്കെ നാട്ടിലായിരിക്കും. നാട്ടിൽ അവർക്ക് പ്രയാസങ്ങളൊക്കെ കാണും. ചിലപ്പോൾ നിങ്ങൾ കത്തെഴുതും, അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജോ അല്ലെങ്കിൽ വിളിച്ചു പറയുകയൊക്കെ ചെയ്യും. നിന്നെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയാണ്. ആ വാർത്ത തന്നെ നാട്ടിൽ ഒറ്റയ്ക്ക് പാർക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഭാര്യയ്ക്ക് അല്ലെ ജീവിത പങ്കാളിക്ക് എന്തൊരാശ്വാസം നൽകുന്നതായിരിക്കും. നമ്മുടെ കർത്താവ് അതുപോലെ നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോവുകയാ, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യെസ്, വി വിൽ ഗോ വിത്ത് ഹിം. നാം അവനോട് കൂടെ പോകും എന്നുള്ളത് വിലയേറിയ വാഗ്ദത്തങ്ങളിലെ രണ്ടാം മുഖമാണ്. സ്തോത്രം. മൂന്നാമത്തെ ഭാഗം, വി വിൽ ബി വിത്ത് ഹിം. സ്തോത്രം. വി വിൽ ബി സീറ്റഡ് വിത്ത് ഹിം. അവനോട് കൂടെ നാമും ഇരിക്കും, അല്ലെ നമ്മയും തന്നോട് കൂടെ ഇരുത്തും. എത്ര സന്തോഷം! ബോസ് അങ്ങ് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലും നമ്മൾ ഇക്കണോമിക് ക്ലാസ്സിലും. പണ്ടത്തെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ബോസുമാര് AC യിലും ഫസ്റ്റ് ക്ലാസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പാവം അവരുടെ പെട്ടിയും അവരുടെ ലഗേജും ചില സമയത്തൊക്കെ ചില കണ്ടിട്ടുണ്ട്, ഭയങ്കരം ഇരുമ്പിന്റെ പെട്ടി, ട്രങ്ക് പെട്ടി നമ്മൾ പറയത്തില്ലേ, ആ ട്രങ്ക് ഇരുമ്പിന്റെ പെട്ടി, ഭയങ്കര ഭാരമുള്ള പെട്ടിയും വലിച്ചുകൊണ്ട് പാവം പിയൂണുമാരോ അവരുടെ സേവകന്മാരോ ഒക്കെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ ബന്ധപ്പെടുന്നത്. എന്നാൽ ഈ സാറുമാരോ അങ്ങ് AC യിൽ ഫസ്റ്റ് ക്ലാസ്സിലും അല്ലെ സെക്കൻഡ് ക്ലാസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്നു.
ഇതുപോലല്ല നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നത്. അവനോട് കൂടെ ഇരുത്താനാ. വെയർ ഹി വിൽ ബി വി ഓൾസോ വിൽ ബി. അവൻ എവിടെ ആയിരിക്കുമോ അവിടെ നാമുമായിരിക്കും. യോഹന്നാൻ തന്നെ 14:3 12:26 എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എവിടെയായിരിക്കും? 12:26 വായിച്ചോളൂ. 12:26 ജോൺ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഞാൻ ഇരിക്കുന്നയിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. സ്തോത്രം. കർത്താവിനോട് കൂടെ, നമ്മുടെ യജമാനനോട് കൂടെ നാം ആയിരിക്കും. വി വിൽ ബി സീറ്റഡ് വിത്ത് ഹിം. 4-ാമത്തെ കാര്യം, വേഗത്തിൽ പോവുക. വിശദീകരണം ഏതിലെങ്കിലും വേണമെങ്കിൽ സ്തോത്രം ദയവായിട്ട് ചോദിച്ചേക്കണേ. പ്രൈസ് ഗാഡ്. സ്തോത്രം. പ്രൈസ് ഗാഡ്. 4-ാമത്തെ കാര്യം, we will be with him forever. നാം നമ്മുടെ കർത്താവിനോട് കൂടെ സദാകാലം എന്നും എന്നേക്കുമായിരിക്കും. നിങ്ങൾ ചിലരൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ഒക്കെ ദുബൈയിലേക്കോ മറ്റെവിടെയാണോ അവിടേക്ക് കൊണ്ടുപോകാറുണ്ടല്ലോ. ചിലപ്പോൾ മക്കളെ, ചിലപ്പോൾ ജീവിത പങ്കാളികളെ, ചിലപ്പോൾ മാതാപിതാക്കളെ ഒക്കെ കൊണ്ടുപോകും. 1 മാസത്തെ വീസയ്ക്ക്, 2 മാസത്തേതിന്, ചിലപ്പോൾ 3 മാസത്തേക്ക്. അത് കഴിയുമ്പോൾ അങ്ങ് തിരിച്ചുവിടും. സ്തോത്രം. എന്നാൽ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത് 6 മാസത്തെ വീസയ്ക്കൊന്നുമല്ല. സ്തോത്രം. 1 തെസ്സലോനിക്കർ 4:17 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവസാന വാക്യങ്ങളിൽ ഇങ്ങനെ, എടുത്തെങ്കിൽ വായിച്ചാട്ടെ. 17. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പിന്നെ ഒരു വേർപാടില്ല. കർത്താവിൽ നിന്നും നാം പിന്നെ ഒരിക്കലും അകലുകയില്ല. നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇതൊക്കെ നമ്മുടെ പ്രത്യാശയാണോ? ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ടോ? ഭാവന കാണാറുണ്ടോ? സ്തോത്രം. പ്രൈസ് ഗാഡ്. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ പൊസിഷൻ അല്ല കൂടെ ഇരുത്തുമെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ സ്ഥാനമല്ല. ആ അപ്പോസ്തലന്മാരുടെ സ്ഥാനം ഈ ഭൂമിയിലായിരുന്നപ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ അക്ഷരീക കൂട്ടത്തിലിരിക്കുക, അവരെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് കർത്താവിന് പകരം അയക്കുകയായിരുന്നു അപ്പോസ്തലന്മാർ. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അയക്കപ്പെട്ടവരെന്നാണ്, സെന്റ് വൺസ്. എന്നാൽ അവിടെ നിത്യതയിൽ നമ്മൾ കൂടെ ഇരിക്കുന്നത് നമ്മളെ എങ്ങും അയക്കാനല്ല, ഒരു ദൗത്യത്തിനു വേണ്ടിയുമല്ല. അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു തൻ്റെ കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും പിന്നെ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കാൻ അധികാരം ഉണ്ടാകേണ്ടതിനും. മർക്കോസ് 3:13 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് കൂടെ ഇരുത്തിയത് അവരെ പരിശീലിപ്പിച്ച് അയക്കാൻ വേണ്ടിയായിരുന്നു, ദൗത്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ കർത്താവിനോട് കൂടെ നമ്മളെ യോഹന്നാൻ 14:3 12:26 വാക്യങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ കൂടെ ഇരുത്തുന്നത് അപ്പോസ്തലന്മാരെ ഇരുത്തിയതുപോലെ അയക്കാൻ വേണ്ടിയല്ല, പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടിയുമല്ല. സ്തോത്രം. പകരം നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പാർക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള സാദൃശ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട സാദൃശ്യമായി ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ സാദൃശ്യം ഉപയോഗിക്കപ്പെടുന്നത്. കാരണം അത്രയും ഇൻറ്റിമസി,
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അടുപ്പം പോലെ അടുപ്പം വേറെ ആരും തമ്മിലില്ല. അമ്മയും മകളും തമ്മിലുള്ള അടുപ്പത്തിനും ഒരു ഭിത്തിയുടെ ഇല്ലെങ്കിൽ ഒരു കർട്ടന്റെ എങ്കിലും വ്യത്യാസമുണ്ട്. ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള, ചേച്ചിയും അനുജത്തിയും തമ്മിലുള്ള, ചേട്ടനും അനുജനും തമ്മിലുള്ള ഒക്കെ ബന്ധങ്ങൾക്ക് കുറഞ്ഞ പക്ഷം ഒരു ചെറിയ കതകിൻ്റെ, ഒരു ഇഷ്ടിക വലിപ്പത്തിലെ ഭിത്തിയുടെ അല്ലെങ്കിൽ ഒരു ചെറിയ കർട്ടന്റെ എങ്കിലും മറവുണ്ട്. ഈ മറവുകളൊന്നുമില്ലാതെ ഇൻറ്റിമേറ്റ് ആകുന്നത്, സ്നേഹിച്ചൊരുമിച്ചിരിക്കുന്ന ബന്ധം ഭൂമിയിൽ ഉള്ളത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ്. അതുകൊണ്ടാണ് ആ സാദൃശ്യം ബൈബിളിൽ കാണുന്നത്, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് വെളിപ്പാട് 19-ാം അധ്യായത്തിൽ ആ കൂടിവരവിനെ കുഞ്ഞാടിൻ്റെ കല്യാണമെന്ന് വിളിക്കുന്നത്, നമ്മെ കാന്തയെന്ന് വിളിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അവിടെ കർത്താവ് നമ്മളെ കൂടെ ഇരുത്തുന്നത് ഇങ്ങനെയുള്ള ദൗത്യങ്ങൾക്ക് അയക്കാൻ വേണ്ടി അപ്പോസ്തോലിക ഇരുത്തലല്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇൻറ്റിമസിയെ, അതുപോലെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയെ കാണിക്കാൻ. സ്തോത്രം. അതാണ് വെളിപ്പാട് 21-ന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അതും കൂടെ ഒന്ന് വായിച്ചാട്ടെ. 21:3 റെവലേഷൻ. വെളിപ്പാട് 21-ന്റെ സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. സ്തോത്രം. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ അവരുടെ നടുവിൽ. ഇത് എല്ലാ വിശുദ്ധന്മാർക്കും ഉള്ളതാണ്. അപ്പോസ്തലന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്ക് മാത്രമായിരുന്നു ആ പദവി. എന്നാൽ ഇത് രക്ഷിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാർക്കും ലഭ്യമാകുന്ന അവസ്ഥയാണ്. ഉത്തരം ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് വരും, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം. 2, നമ്മളെ തൻ്റെ കൂടെ കൊണ്ടുപോകും. 3, തന്നോട് കൂടെ ഇരുത്തും. 4, എന്നേക്കും എല്ലായ്പ്പോഴും നിത്യകാലം മുഴുവനും നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. 5-ാമത്തെ കാര്യം വാഗ്ദത്തം. നമ്മുടെ പ്രത്യാശയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. 5-ാമത്തേത്, we will be like him. നാം നമ്മുടെ കർത്താവിനെ പോലെ ആകും. സ്തോത്രം. നാം നമ്മുടെ കർത്താവിനെ പോലെ ആകും. സ്തോത്രം. നാം ക്രിസ്തുവിനോട് സമന്മാരാകും. നാം അവനോട് സദൃശന്മാരാകും. 1 യോഹന്നാൻ 3-ന്റെ 2-ാമത്തെ വാക്യമാണ്. വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ ഓരോന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് 2-ാം ഭാഗത്തേക്ക് എത്താൻ പറ്റില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം. എന്താ അറിയാവുന്നത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അതെ, നാം നമ്മുടെ കർത്താവിനോട് സദൃശന്മാരാകും. ഇവിടെ ഞാനൊരു തെറ്റിദ്ധാരണ കൂടെ തിരുത്തിക്കൊള്ളട്ടെ. എല്ലാവർക്കും കാണില്ല, ചിലർക്കെങ്കിലും ഉണ്ടാവും. നമ്മൾ നിത്യതയിൽ തേജസ് പ്രാപിക്കുമെന്നെല്ലാവർക്കും അറിയാം. പക്ഷേ പലരും തെറ്റായി ധരിച്ചിരിക്കുന്നതും എന്നെപ്പോലെയുള്ള ചിലർ തെറ്റായി പഠിപ്പിക്കുന്നതും, അറിവുകേട് കൊണ്ട ദുരുപദേശമല്ലത്, പക്ഷെ അറിവുകേട് കൊണ്ട് തെറ്റായി പഠിപ്പിക്കുന്നതുമായ കാര്യം, നമ്മൾ ആദാമിന് ഏദനിൽ നഷ്ടപ്പെട്ട തേജസ് തിരികെ പ്രാപിക്കും എന്നാണ്.
ആദാമിന് ഏദനിൽ നഷ്ടപ്പെട്ട പാപം നിമിത്തം തനിക്ക് കൈമോശം വന്ന തേജസ് തിരികെ പ്രാപിക്കും എന്ന ഒരു പഠിപ്പീരെ പലരിലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പലരിലും ഉണ്ട്. അല്ല, ആ തേജസ് അല്ല നമുക്ക് ലഭിപ്പാൻ പോകുന്നത്. നാം ആരും ആദാമിനെ പോലെയല്ല ആകാൻ പോകുന്നത്. ആദാമിനെ പോലെയാണെങ്കിൽ നമുക്ക് നിത്യതയിൽ എത്തുമ്പോൾ വസ്ത്രമൊന്നും കാണത്തില്ല കേട്ടോ, നഗ്നന്മാരായിരിക്കും. എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ക്രിസ്തുവിനെ പോലെയുള്ള തേജസ്സ, ക്രിസ്തുവിന്റെ തേജസ്സ. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നാം ഈ ജഡത്തിൽ പോലും ഉടുപ്പുള്ളവരായിരിക്കുന്നെങ്കിൽ ഇനിയും നമ്മൾ നഗ്നരായിട്ടല്ല അവിടെ ആദാം ഹവ്വമാരെ പോലെ ഇരിക്കാൻ പോകുന്നത്. സ്തോത്രം. ഇനി ആദാം ഹവ്വമാര് നഗ്നരായിരുന്നോ എന്ന് സംശയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ നോക്കിക്കോണേ, ഇപ്പൊ വായിപ്പിക്കുന്നില്ല, നോക്കിക്കോണേ അങ്ങനെയുള്ളവര്. ഉൽപ്പത്തി 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ആദാമും അല്ലെ മനുഷ്യനും ഭാര്യയും നഗ്നരായിരുന്നു, എന്നാൽ ഇരുവർക്കും നാണം തോന്നിയില്ല താനും. സ്തോത്രം. അപ്പോൾ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് ആദാം ഹവ്വമാർക്ക് ഏദനിൽ നഷ്ടപ്പെട്ട തേജസ്സോ മഹത്വമോ ഒന്നുമല്ല. പകരം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ഏതു മഹത്വത്തിൽ, ഏതു തേജസ്സിലായിരിക്കുന്നുവോ ആ തേജസ്സാണ് നമുക്ക് ലഭിപ്പാൻ പോകുന്നത്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ അതേ തേജസ്. അതാണ് നാം 1 യോഹന്നാൻ 3:2 വായിക്കുന്നത്. സ്തോത്രം. നാം അവനോട് സദൃശന്മാരാകും. കൊലോസ്യർ 3:4 നമ്മൾ 2 ദിവസം മുൻപ് വായിച്ചിരുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 47 മുതൽക്കുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സ്തോത്രം. നമുക്ക് ലഭിക്കുവാനുള്ള സ്വർഗീയ ശരീരത്തിന്റെ 10 പ്രത്യേകതകൾ 1 കൊരിന്ത്യർ 15:42 തൊട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചാൽ അവിടെ കിട്ടും, അതുകൊണ്ട് ഞാൻ അവിടേക്കും പോകുന്നില്ല. അതുപോലെ സ്തോത്രം, ഫിലിപ്പ് ലേഖനം 3:20-21 വാക്യങ്ങളിലും നാം അക്കാര്യം കാണുന്നു. 21-ാം വാക്യത്തിൽ ഫിലിപ്പീൻസ് 3:21 അവിടെ നാം വായിക്കുന്നു, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ കർത്താവായ യേശു എന്ത് ചെയ്യും? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആദാമിൻ്റേതിനോട് അനുരൂപമായിട്ടല്ല, ക്രിസ്തുവിൻ്റെ സ്വന്തം തേജസുറ്റ ശരീരത്തോട് അനുരൂപമാക്കും. അതെ, ക്രിസ്താനുരൂപ്യമെന്നാണ് അതിനെ നമുക്ക് വിളിക്കാൻ സാധിക്കുക. സ്തോത്രം. നാം തേജസ് പ്രാപിക്കും, ക്രിസ്തുവിനെ പോലെയാകും. 5-ാമത്തെ വാഗ്ദത്തമാണ് നമ്മുടെ പ്രത്യാശയ്ക്ക് ഉള്ളത്. 6 വീണ്ടും 1 യോഹന്നാൻ 3:2 വാക്യത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. എന്താണ്? നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട്. സ്തോത്രം. അതിലൊക്കെ നമ്മൾ എത്ര പേർ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സ്തോത്രം. നമ്മുടെയൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാ, നാം നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കും പോലെ കാണും. സ്തോത്രം. നമുക്ക് ആഗ്രഹമുണ്ടോ നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കും പോലെ കാണണമെന്ന്? നമ്മുടെ കർത്താവിനെ തൻ്റെ മഹത്വത്തോടെ കാണണമെന്ന്? സ്തോത്രം. ദൈവത്തോടു കൂടെ അനേക ദിവസങ്ങൾ അടുപ്പിച്ച് ചിലവഴിച്ച മോശ
ഒരല്പം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. പക്ഷേ കർത്താവിന് തൻ്റെ മുഴുവൻ തേജസ്സും മോശയെ കാണിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. കാരണമൊക്കെ നമുക്കറിയാം. അങ്ങനെ മോശ ആഗ്രഹിച്ചതും മോശയ്ക്ക് പ്രാപിപ്പാൻ കഴിയാതിരുന്നതുമായ ഒരു കാര്യം നമുക്ക് സാധിക്കാൻ പോകുന്നു. സ്തോത്രം. എന്തുവാ? നമ്മുടെ കർത്താവിനെ, തേജോമയനായ കർത്താവിനെ മഹത്വത്തോടെ നാം കാണാൻ പോവുകയാണ്. താൻ ഇരിക്കും പോലെ നാം അവനെ കാണാൻ പോവുകയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചുള്ളൊരാഗ്രഹമുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ഒരാഗ്രഹം, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അതിൽ ഒരാഗ്രഹം, നമ്മുടെ കർത്താവ് പിതാവിനോട് ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. അത് കർത്താവിൻ്റെ പ്രാർത്ഥനയിലാണ് പറഞ്ഞത്. ഞങ്ങളുടെ ബൈബിൾ ക്ലാസ് സംബന്ധിക്കുന്നവർക്കറിയാം, ആവർത്തനം ക്ഷമിച്ചാലും. ലോർഡ്സ് പ്രയർ, കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ തെറ്റായിട്ടാണ് ആ പ്രാർത്ഥനയെ കാണുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ വായിക്കുന്ന മത്തായി 6:8 തൊട്ടുള്ള വാക്യങ്ങളിലെ പ്രാർത്ഥനയാണ് ലോർഡ്സ് പ്രയർ അഥവാ കർത്താവിൻ്റെ പ്രാർത്ഥനയായി നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ സത്യത്തിൽ അത് ലോർഡ്സ് പ്രയർ അല്ല, അത് എ ഡിസൈപ്പിൾസ് പ്രയർ ആണ്. അത് കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല, ഒരു ക്രിസ്തു ശിഷ്യന്റെ പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയല്ല, കർത്താവ് ചെയ്ത പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന യേശു എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണോ? അല്ല. ആ പ്രാർത്ഥന യേശുവിന് പ്രാർത്ഥിക്കേണ്ടതില്ല, പ്രാർത്ഥിക്കത്തുമില്ല. എനിക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് യേശുവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ല. എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എൻ്റെ കടങ്ങളും പാവങ്ങളും എന്നോട് ക്ഷമിക്കണമേ എന്നും യേശുവിന് പ്രാർത്ഥിക്കേണ്ടതില്ല. അപ്പോൾ ഇത് കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല, ശിഷ്യന്റെ പ്രാർത്ഥനയാണ്. എന്നാൽ ലോർഡ്സ് പ്രയർ, കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന 25ഓളം പ്രാർത്ഥനകൾ പുതിയ നിയമത്തിലുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് യോഹന്നാൻ 17, യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു, ആ പ്രാർത്ഥന നിങ്ങൾ പഠിക്കണം. കാണാതെ പഠിക്കാനല്ല, പഠിച്ചോ, നല്ല കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വേണമെങ്കിൽ ആ അധ്യായമൊക്കെ മനഃപ്പാഠമാക്കി പഠിപ്പിക്കാം കേട്ടോ. പക്ഷേ പഠിച്ചോ എന്ന് ഞാൻ പറഞ്ഞത് അതിനെ വിശകലനം ചെയ്ത് പഠിക്കാനാണ്. കർത്താവിൻ്റെ ദാസന്മാർക്കൊക്കെ ഒരു പ്രസംഗ വിഷയം കൂടെ തരാം. ആഴ്ചകളോളം പ്രസംഗിക്കാനുള്ള സാധനം അതിനകത്തുണ്ട് കേട്ടോ. സ്തോത്രം. ലോർഡ്സ് പ്രയർ, അതിലൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് വേഴ്സ് 24, 24-ാമത്തെ വാക്യം. ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 17:24. ഏതാണ്ട് 8ഓളം വിഷയങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാന വിഷയമാണ് 24-ാം വാക്യം. പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. അർത്ഥം മനസ്സിലായോ? ലോകസ്ഥാപനത്തിന് മുമ്പേ നീ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം എനിക്കുള്ളവർ കാണേണ്ടതിന് അവർ ഞാൻ ഇരിക്കുന്നയിടത്ത് എന്നോടുകൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ എന്തുവാ കർത്താവ് ആഗ്രഹിക്കുന്നത്? സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം നമ്മൾ കാണണമെന്ന്. ഏത് മഹത്വം? ലോകസ്ഥാപനത്തിനു മുമ്പേ, ലോകോൽപത്തിക്കും മുമ്പേ നമ്മുടെ കർത്താവിന് പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വം.
ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുക്രിസ്തു ഉയർത്തപ്പെട്ട് ഇരുത്തപ്പെട്ടിരിക്കുന്ന മഹത്വം ആര് കാണണമെന്ന്? നമ്മൾ കാണണമെന്ന്. സ്തോത്രം. നമ്മൾ കാണണമെന്ന്. നിങ്ങളൊക്കെ അവിടെ വലിയ വീടും വണ്ടിയും ഒക്കെയായി ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു കൊച്ചാഗ്രഹം, എൻ്റെ പപ്പായും മമ്മിയും ഒക്കെ കൂടെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്ന ആ ഒരു നല്ല അവസ്ഥ ഒന്ന് കാണിക്കണമെന്ന്. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർക്ക് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഒരു സ്നേഹിതൻ, ആ സ്നേഹിതന്റെ പഴയ ഒരു വണ്ടി കൊടുത്തു. പഴയ വണ്ടി, എനിക്കൊന്ന് 10 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പഴയ വണ്ടിയാണ്. അപ്പം എൻ്റെ ഈ സ്നേഹിതൻ പാസ്റ്റർക്ക് ഭയങ്കര സന്തോഷമായി. ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ വണ്ടി കൊണ്ട് ഒന്ന് നാട്ടിൽ പോകണമെന്നുണ്ട്. നാട്ടിൽ പോയിട്ട് എനിക്ക് കിട്ടിയ വണ്ടിയാണല്ലോ, പഴയ വണ്ടിയൊക്കെ ശരിയാ, എന്നാലും എനിക്ക് ലഭിച്ച വണ്ടിയല്ലേ. എൻ്റെ പപ്പായെയും മമ്മിയെയും എൻ്റെ സഹോദരങ്ങളെയൊക്കെ എൻ്റെ ഈ വണ്ടിയിൽ കയറ്റി ഒന്ന് കറങ്ങാൻ പോകണമെന്ന്. കറങ്ങാൻ ഒത്തിരി ദൂരമൊന്നുമില്ല, ബന്ധുക്കളുടെ വീട്ടിലാകാം, ചിലപ്പോൾ ചർച്ചിലൊക്കെ ആകാം, എന്നാലും സ്വന്തം മകൻ്റെ വണ്ടിയിൽ കയറി അവരൊന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക അനുഭൂതി ഞാനും ഓർത്തു പോയിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയും ഒക്കെ മരിച്ച ശേഷമാണ് എനിക്കൊരു വണ്ടി ലഭിച്ചത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഈ വണ്ടിയിലൊന്ന് കയറ്റി ഇരുത്തി ഒന്ന് ഓടിച്ചു കൊണ്ടുപോകുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായേനെ. ഇവിടെ നമ്മുടെ കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ മഹത്വം നമ്മൾ കാണേണ്ടതിന് നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ വരം നൽകണമെന്ന്. അതേ പ്രിയരെ, 6ാമത്തെ വാഗ്ദത്തമാണ് നമുക്ക് പ്രത്യാശിക്കാനുള്ളത്. നമ്മൾ നമ്മുടെ കർത്താവിനെ തൻ്റെ മുഴുമഹത്വത്തോടുകൂടെ ദർശിക്കുന്ന നാളുകൾ സമീപമായിരിക്കുന്നു. സ്തോത്രം. എത്ര ശ്രേഷ്ഠകരമാണത്! അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണേ. സ്തോത്രം. നിത്യതയിൽ പോകാനുള്ള യോഗ്യതയും കൂടെ ഇതിനകത്തിലുണ്ട് കേട്ടോ. ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടാനുള്ള യോഗ്യതയും കൂടെ ഇതിനകത്തിലുണ്ട്. എന്തുവാ? കർത്താവിനെ കാണാനുള്ള ഒരു കൊതി, ഒരു അത്യാശ, ഒരു പ്രത്യാശ, വേറൊന്നിനുമല്ല. സ്തോത്രം. നമ്മുടെ തേജോമയനായ കർത്താവിനെ താൻ ഇരിക്കും പോലെ ഒന്ന് കാണുവാൻ. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നു, സ്തോത്രം, അതിൻ്റെ 5-6 വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, ഞങ്ങൾ ജഡത്തിലായിരിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. അതെ, നമ്മൾ ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്നും അകന്ന് പരദേശികളാണ്. എന്നാൽ നമ്മുടെ കർത്താവിനെ മുഖാമുഖം ഒന്ന് ദർശിക്കുവാൻ നമ്മുടെ അകത്ത് എന്തുമാത്രം അത്യാശയുണ്ട്! അങ്ങനെ ഉള്ളവരെ മാത്രമേ കർത്താവ് തന്നോടൊപ്പം കൊണ്ടുപോവുകയുള്ളൂ. സ്തോത്രം. അല്ലാത്തവരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവർക്ക് ഈ സ്വർഗം ബോറനായിരിക്കും കേട്ടോ. ഒരു ഭക്തൻ പറഞ്ഞതുപോലെ, നീ ദൈവം അങ്ങ് ദയ കാണിച്ച് ഈ പാപികളെ എല്ലാം അങ്ങ് കൊണ്ടുപോകത്തില്ല കേട്ടോ. പക്ഷെ അങ്ങനെ അങ്ങ് വെച്ചു. സപ്പോസ് കർത്താവിനെ അറിയാത്ത, കർത്താവിനെ വേണ്ടാത്ത, രക്ഷയെ ഗണ്യമാക്കാത്ത എല്ലാരെയും കൂടെ അങ്ങ് അടിച്ചു കെട്ടി അങ്ങ് കൊണ്ടുപോകുക സ്വർഗത്തിൽ കൂട്ടത്തോടെ. ഇതുങ്ങൾ അവിടെ ആസ്വദിക്കുമോ ഇരുന്ന്? സ്തോത്രം.
ഞങ്ങളുടെ ബൈബിൾ ക്ലാസ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ ഈ കഴിഞ്ഞിടയ്ക്ക അധികം നാളായില്ല, ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെ ഒരു സെക്കൻഡ് AC-യിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. അതിലെ ടിക്കറ്റ് കിട്ടിയുള്ളൂ. ചൂട് കാലമാണ്, സമ്മർ വെക്കേഷൻ സമയത്തെ കാര്യം. സെക്കൻഡ് AC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുക, ഞാനും വേറെ ചിലരും കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ വാഷ്റൂമിൽ പോയിട്ട് വരുമ്പം 2 ചെറുപ്പക്കാർ അപ്പോൾ വാഷ്റൂം അവിടുത്തെ വാതിൽ തുറന്നിട്ടിട്ട്, ഓർക്കണേ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ സമ്മർ ടൈമാണ്, ഏതാണ്ട് 50 ഡിഗ്രിയോളം ചൂടുള്ള സമയമാണ്. 100-120 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുക, ആ ചൂട് കാറ്റ്. പക്ഷെ ഈ ചൂട് കാറ്റും കണ്ടുകൊണ്ട് 2 ചെറുപ്പക്കാർ പിള്ളേര് ഈ സെക്കൻഡ് AC-യുടെ ടോയ്ലറ്റിന്റെ അവിടുത്തെ കതകും തുറന്നിട്ട് വെളിയിലോട്ട് കാലുമിട്ട് ഫുട്ബോളിൽ ഇരിക്കുക. അപ്പോൾ TTO മറ്റോ റെയിൽവേ ജോലിക്കാരോ വന്നിട്ട് ഇവരെ വഴക്ക് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു, ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചു ഇവരെ ലോക്കൽ ടിക്കറ്റ് എടുത്തതോ ടിക്കറ്റ് ഇല്ലാത്തവരോ ആരണ്ട ഇവിടെ വന്നിരിക്കുക. ടിക്കറ്റ് നോക്കിയപ്പം സെക്കൻഡ് AC-യിലെ റിസർവേഷൻ ടിക്കറ്റുള്ള പിള്ളേരാണ്. ഇവർ സെക്കൻഡ് AC-യിലൊന്നും യാത്ര ചെയ്ത് പരിചയമില്ലാത്തവരാ. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ഇതുപോലെ ഇപ്പോൾ വാഷ്റൂമിന്റെ ഡോറിന്റെ അവിടെ ഇരുന്ന് ഫുട്ബോളിൽ ഇരുന്ന് യാത്ര ചെയ്തേ പരിചയമുള്ളൂ. അവർക്ക് ചൂടുന്നൊരു വിഷയമല്ല. ഈ റെയിൽവേ ഉദ്യോഗസ്ഥൻ 2 ചീത്തയും വിളിച്ചിട്ട് പറഞ്ഞ്, നാണമില്ലേടാ, സെക്കൻഡ് AC-യുടെ ടിക്കറ്റും എടുത്ത് പോക്കറ്റിൽ വെച്ചോണ്ട് ഈ 50 ഡിഗ്രി ചൂട് 120 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വണ്ടിയുടെ ഈ കാറ്റും കൊണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണോ? കയറാകത്തിരിക്കടാന്ന് പറഞ്ഞു വന്ന സാരം മനസ്സിലായോ? കർത്താവിൻ്റെ സാന്നിധ്യത്തെ കൊതിയോടുകൂടെ ആഗ്രഹിക്കാത്ത കുറെ പേരെ ദൈവം കരുണ ചെയ്ത് കൂട്ടത്തോടെ അടിച്ചു സ്വർഗത്തിൽ കൊണ്ടുപോയാലും ഈ പയ്യന്മാരെ പോലെ പുറത്തെങ്ങാണ് ഇരിക്കാൻ ഇവർക്ക് ഇഷ്ടപ്പെടും, ഇവർക്ക് ഇഷ്ടം വരികയുള്ളൂ. ഇവർ സ്വർഗം ആസ്വദിക്കത്തില്ലെന്നേ, അവർക്ക് സ്വർഗം ആസ്വദിക്കാൻ പറ്റില്ല. ഞാനും നിങ്ങളും കർത്താവിനോടുകൂടെ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്തോത്രം, ഈ ഒരു താല്പര്യം നമ്മുടെ അകത്തുണ്ടാവണം. എന്തേ? എൻ്റെ രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ എനിക്കൊന്ന് ദർശിക്കണം. സ്തോത്രം. ദാവീദ് 27-ാം സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യം നമുക്ക് മനഃപ്പാഠമാണ്. 4-ാമത്തെ വാക്യം, ഒരു കാര്യം ഞാൻ യഹോവയോട് ആഗ്രഹിക്കുന്നു, അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുവാ? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. വേറെ ഒന്നുമില്ല. കർത്താവിനെ, എൻ്റെ രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ഒന്ന് ദർശിക്കാൻ. പ്രിയരെ, നമുക്ക് ലഭ്യമായിട്ടുള്ള വാഗ്ദത്തമാണത്. ഈ വാഗ്ദത്തത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞ കാര്യം, ആ ഭൂമിയിൽ ഒന്നും എനിക്ക് തരണ്ട. ഞാൻ ചോദിച്ചതും ചോദിക്കാത്തതും വേണ്ടുന്നതും വേണ്ടാത്തതും ഒന്നും എനിക്ക് വേണ്ട. അങ്ങനെക്ക് തന്നിട്ടുള്ള ഈ വിലയേറിയ വാഗ്ദത്തത്തിനായി, എക്സീഡിംഗ്ലി ഗ്രേറ്റ്, ഈ സ്തോത്രം, അതിമഹത്തായ വാഗ്ദത്തത്തിനായി സ്തോത്രം. പ്രിയരെ, ഈ വാഗ്ദത്തം ലഭിച്ച ജനതയാണ് ഞാനും നിങ്ങളും. പക്ഷേ ഈ വാഗ്ദത്തത്തെ നമ്മൾ ആസ്വദിക്കുന്നവരാണോ? അവിടേക്ക് പോകണമെങ്കിൽ അത് നമുക്ക് ആവശ്യമാണ്. ഇതാണ് എത്രാമത്തെയാ? 6-മത്തെയാണെന്ന് തോന്നല്ലേ? സ്തോത്രം, 6-മത്തെ. നാം അവനെ, നമ്മുടെ കർത്താവിനെ തൻ്റെ മഹത്വത്തോടെ കാണും. എത്ര ശ്രേഷ്ഠം!
അതായിരിക്കട്ടെ നമ്മുടെ സ്വപ്നം, അതായിരിക്കട്ടെ നമ്മുടെ ധ്യാനം. കിടന്നുറങ്ങുമ്പോൾ ഇതും ഓർത്തോണ്ട് കിടന്നുറങ്ങ. കർത്താവിനെ തൻ്റെ മഹത്വത്തോടെ ദർശിക്കുന്നതൊക്കെ. നിങ്ങൾ നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടി അവിടുന്ന് അവധിയൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പം ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണും. മാസങ്ങൾക്ക് മുമ്പേ നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ അല്പാൽപമായി വെക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അന്ന് മുതൽ മനസ്സിലുള്ള താല്പര്യം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. സ്വപ്നം എന്തൊക്കെയായിരിക്കും? അങ്ങോട്ട് ലാൻഡ് ചെയ്യുന്നത്, സാധനങ്ങളുമായിട്ട് പുറത്തു വരുമ്പോൾ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കാത്ത് വെളിയിൽ നിൽക്കുന്നത്. സ്തോത്രം. ആരൊക്കെയായിരിക്കും വരുന്നത്? എന്തായിരിക്കും അപ്പോഴത്തെ പ്രതികരണം? ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നവരല്ലേ. അതിനേക്കാൾ എത്രയോ നമ്മുടെ പ്രിയനായ കർത്താവിനെയാണ് നാം തേജസ്സോടെ കാണാനിരിക്കുന്നത്. സ്തോത്രം. നാം അവധിക്ക് പോകുമ്പോൾ നമ്മുടെ വീട്ടുകാരുടെ ആ കൂടിവരവിനെ കുറിച്ചുള്ള സ്വപ്നം കാണൽ പോലെ എങ്കിലും നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് നാം സ്തോത്രം ധ്യാനിക്കുന്നവരാണോ? അല്ലാത്തവർക്ക് കർത്തൃരാജ്യത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ളവരെയും കൊണ്ട് പോയാലും ഭയങ്കരം വല്ലായ്മയെ അവർക്കുണ്ടാവത്തുള്ളൂ. സ്തോത്രം. 7ാമത്തെ കാര്യം. സ്തോത്രം. We will receive Christ himself as our eternal inheritance. സ്തോത്രം. We will receive Christ himself as our eternal inheritance. ക്രിസ്തുവിനെ തന്നെ നമ്മുടെ നിത്യ അവകാശമായി നാം പ്രാപിക്കും. സ്തോത്രം. നിത്യാവകാശമായി നമുക്കൊരു അവകാശം വച്ചിട്ടുണ്ട് കേട്ടോ. നിത്യതയിൽ നമുക്കൊരു അവകാശം. വി ഹാവ് ആൻ ഇൻഹെറിറ്റൻസ്. സ്തോത്രം. എന്താണ് നമുക്കവിടെ ലഭിക്കുന്ന ഏറ്റവും വലിയ ഇൻഹെറിറ്റൻസ്, അവകാശം? നത്തിങ് ബട്ട് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഹല്ലേലൂയ. ക്രിസ്തുവാണ് നമ്മുടെ അവകാശം. നമുക്കവിടെ സിംഹാസനമോ കിരീടമോ തേജസ്സോ കുറെ പട്ടണങ്ങളുടെ അവകാശമോ ഒക്കെ കിട്ടുമായിരിക്കും കേട്ടോ. പക്ഷെ അതൊന്നുമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. സ്തോത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ച D.L. മൂഡിയുടെ ഒരു അനുഭവമുണ്ട്. അതും കേട്ടിട്ടുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും മറ്റുള്ളവർക്കായി പറഞ്ഞോട്ടെ. D.L. മൂഡിയുടെ പ്രാർത്ഥനാ സമയത്ത് ഒരിക്കൽ കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചു. മോനെ മൂടി, നീ ഇങ്ങ് സ്വർഗത്തിൽ വരുമ്പോൾ ഞാൻ നിനക്ക് എന്തൊക്കെ തരണം? മൂടി പറഞ്ഞു, കർത്താവേ ഒന്നും വേണ്ട. എന്നാലും അങ്ങനെ പറയാതെ. ഒടുവിൽ കർത്താവ് നിർബന്ധിച്ചപ്പോൾ മൂടി പറഞ്ഞു, കർത്താവെ, അങ്ങ് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് വേണ്ട. എന്നാൽ എന്നെ എൻ്റെ ആത്മീയ ശുശ്രൂഷകളിലും ആത്മീയ ജീവിതത്തിലും സഹായിച്ച ധാരാളം വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ അവിടെ എത്തും. അവർക്കൊക്കെയായിട്ട് അങ്ങ് അതെല്ലാം ഭാഗിച്ചു കൊടുത്തേക്കൂ. എനിക്ക് ഒന്നും വേണ്ട. ഓ ശരി. എന്നാൽ പിന്നെ നീ മരിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ നീ ജീവിച്ചിരിക്കെ ഞാൻ നിനക്ക് എന്തൊക്കെ ചെയ്തു തരണം പറ. മൂടി പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ വരുമ്പം എനിക്കൊന്നും വേണ്ട എങ്കിൽ പിന്നെ ഇവിടെ വെച്ചെന്തിനാ? എനിക്ക് ഭൂമിയിലും ഒന്നും വേണ്ട. എന്നാലും ഒടുവിൽ മൂടി പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്. ഭൂമിയിൽ അങ്ങ് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നതൊക്കെ, ഈ ഭൂമിയിൽ എന്നെ ഉപദ്രവിക്കുന്ന കുറെ മനുഷ്യരുണ്ട്, എന്നെ ശത്രുവായി കാണുന്ന, എനിക്കെതിരായിട്ട്
തെറ്റായ ആരോപണങ്ങൾ, വ്യാജ വാർത്തകൾ പറഞ്ഞു വരുത്തുന്ന, എന്നെ വെറുതെ എതിർക്കുന്ന, എന്നെ വെറുതെ ചീത്ത പറയുന്ന അങ്ങനെ കുറെ ആൾക്കാർ ഇവിടെയുണ്ട്. അവരേതായാലും അങ്ങോട്ട് വരുത്തില്ലല്ലോ, അല്ലെങ്കിൽ അവിടുത്തേത് ഇവർക്കൂടെ കൊടുക്കായിരുന്നു. ഇവർ അങ്ങോട്ട് വരാത്തത് കൊണ്ട് ഒരു കാര്യം ചെയ്യുക കർത്താവേ, ഇവിടെ നീ എനിക്ക് തരാനിരിക്കുന്നതൊക്കെ ഇവർക്കൊക്കെ അങ്ങ് ഭാഗിച്ചു കൊടുത്തരാ, അവരെ കൊണ്ടുപോയി ആസ്വദിച്ചോട്ടെ. സ്തോത്രം. ഇല്ലേ? നമുക്കൊക്കെ ഇങ്ങനെയുള്ളവരില്ലേ? എന്നിട്ട് കർത്താവ് അതെന്താ പറഞ്ഞു, കർത്താവ് ഇവരൊക്കെ എനിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കൊണ്ടാ ഞാൻ വിഷമം വരുമ്പോൾ ഓടി നിന്റെ അടുക്കൽ വരുന്നതും അങ്ങയോട് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിലൊക്കെ കഴിയുന്നതും. അതുകൊണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പരിപോഷണത്തിന് ഇവരുമൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സാത്താനാണ് അവരെ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതുമൊക്കെ ഒരു തരത്തിൽ എനിക്ക് ഉപകാരമാണ്. അതുകൊണ്ട് ഇവിടെ എനിക്ക് അങ്ങ് തരാനിരിക്കുന്നതൊക്കെ ഇവർക്കൊക്കെ അങ്ങ് കൊടുത്തേക്ക്. ശരി. അപ്പൊ ദൈവം ചോദിച്ചു, പിന്നെ മൂടി, എൻ്റെ അടുക്കൽ വരുമ്പോഴും നിനക്കൊന്നും വേണ്ട, ഭൂമിയിൽ വെച്ചും നിനക്കൊന്നും വേണ്ട, പിന്നെ നിനക്കെന്താ വേണ്ടത്? സ്തോത്രം. അവൻ കർത്താവിനോട് പറഞ്ഞതാണ് ആസാഫ് പറഞ്ഞ വാക്യം. 73-ാം സങ്കീർത്തനം 25-ാം വാക്യം. Psalm 73 verse 25. എളുപ്പമൊന്ന് വായിക്കാമോ? സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീ അല്ലാതെ ഒന്നുമില്ല. നമ്മൾ പലപ്പോഴും ആശ്രയിപ്പാൻ ആരുമേ എന്നാണ് പാടാറ്. പക്ഷേ ഈ വാക്യമാണത്, ആഗ്രഹിപ്പാൻ ആരുമേ എന്ന് വേണം പാടാൻ. സ്തോത്രം. ആശ്രയിപ്പാനല്ല, ആഗ്രഹിപ്പാൻ. മൂടി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇവിടെ വച്ചായാലും അങ്ങ് വന്നിട്ടായാലും എനിക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, എനിക്ക് അങ്ങയെ മാത്രം മതി. ഹല്ലേലൂയ. സ്വർഗത്തിലും എനിക്ക് ആഗ്രഹിപ്പാൻ അങ്ങ് മാത്രം, ഭൂമിയിലും എനിക്ക് ആഗ്രഹിപ്പാൻ അങ്ങ് മാത്രം, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണോ നാം? എങ്കിൽ ആസാഫിനെ പോലെ, DL മൂഡിയെ പോലെ നമുക്കും ആഗ്രഹിക്കാം, വേറെ ഒന്നും വേണ്ട, എനിക്ക് കർത്താവിനെ മാത്രം മതി. പ്രൈസ് ഗാഡ്. അപ്പോൾ 7-ാമത്തെ കാര്യമാണെന്ത്? നമുക്കുള്ള വാഗ്ദത്തവും നമുക്കുള്ള പ്രത്യാശയും നാം നിത്യ അവകാശമായി ക്രിസ്തുവിനെ തന്നെ പ്രാപിക്കും. പ്രൈസ് ഗാഡ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളും 22-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യവുമാണ്. വായിക്കാൻ ഇനി സമയമില്ല. സ്തോത്രം. Revelation 2:27 and 28, also 22 verse 16. അവിടെ കർത്താവ് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും. എന്താണ് ഉദയനക്ഷത്രം? 22:16 പറയുന്നു, യേശു ക്രിസ്തു തന്നെയാണ് ശുഭ്രമായ ഉദയനക്ഷത്രം. പ്രൈസ് ഗാഡ്. 2 കൂടെ പറയണമല്ലോ, 2 മിനിറ്റേ നമ്മുടെ മുമ്പിലുള്ളൂ. 8-ാമത്തെ കാര്യം, സ്തോത്രം, നമുക്ക് ലഭ്യമായിട്ടുള്ള 8-ാമത്തെ വാഗ്ദത്തം, അതാണ് ജോൺ 12:26. യോഹന്നാൻ 12:26 വാക്യം. നമ്മൾ മുമ്പേ അതിൻ്റെ പകുതി വായിച്ചായിരുന്നു. സ്തോത്രം. ബാക്കി വായിക്കാൻ നമ്മൾ വിട്ടില്ല. അവിടെ നമ്മൾ വായിക്കുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നയിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. അത്ര നമ്മൾ മുമ്പേ വായിച്ചു. അതിനുശേഷം പറയുന്നത് എന്താണ്? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. പ്രൈസ് ഗാഡ്. നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ, താതൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി. ഈ വാക്യം അത്. സ്തോത്രം. നമുക്ക് ലഭിച്ചിട്ടുള്ള 8-ാമത്തെ വാഗ്ദത്തം,
എട്ടാമത്തെ സാധ്യത, പ്രത്യാശ. നാം ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവിനെ സേവിച്ചാൽ, പ്രിയരെ, സ്വർഗസ്ഥനായ പിതാവ് അന്ന് നമ്മളെ മാനിക്കും കേട്ടോ. എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാ, ഹി വിൽ ഓണർ അസ്. ദ ഫാദർ വിൽ ഓണർ അസ്. ഈ ഭൂമിയിൽ ആരും നമ്മെ ആദരിച്ചെന്ന് വരില്ല കേട്ടോ. സ്തോത്രം. ആരും നമ്മെ ആദരിച്ചെന്ന് വരില്ല. കാരണം ഈ ഭൂമിയിൽ ആർക്കും നമ്മളെ ശരിക്കറിയത്തില്ല. ഞാനൊരു കാര്യം ചെയ്തു, പക്ഷെ എൻ്റെ ഇന്റൻഷൻ, എൻ്റെ ആഗ്രഹം എന്തെന്ന് ആർക്കും അറിയില്ല. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയില്ല. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കറിയില്ല. സ്തോത്രം. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കെന്നെ മാനിക്കുവാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ എന്നെ നന്നായി അറിയുന്ന, എൻ്റെ ഒരു രഹസ്യവും മറഞ്ഞ് ഇരിക്കാത്ത ഒരു പിതാവ് എനിക്കുണ്ട്. സ്തോത്രം. അന്ന് അവൻ എന്നെ മാനിക്കും. അതെ, നമുക്കുള്ള എട്ടാമത്തെ സാധ്യതയും വാഗ്ദത്തവുമാണ്, നമ്മുടെ പിതാവ് നമ്മെ മാനിക്കും. ഒന്നോർത്ത് നോക്കിക്കേ. സ്വർഗസ്ഥ പിതാവ്, അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കർത്താധി കർത്താവ്, രാജാധി രാജാവ്, ദൈവാധി ദൈവം. സ്തോത്രം. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ നമ്മെ മാനിക്കുമെന്ന്. അതും ഒറ്റയ്ക്കല്ല, ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയിട്ടല്ല, ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയല്ല. സ്തോത്രം. അനവരതം ദൂതന്മാരുടെയും അസംഖ്യം വിശുദ്ധന്മാരുടെയും മുൻപിൽ വെച്ച് ആ മഹൽ സദസ്സിൽ നമ്മളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ചില പാട്ടിലൊക്കെ പാടുന്നത്. സ്തോത്രം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി എന്നുള്ള പാട്ടിൻ്റെയൊക്കെ അവസാന സ്റ്റാൻസാകൾ ഇതിനോടൊക്കെ അനുബന്ധിച്ചുള്ളതാ. അവസാനത്തിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ, ഒരു മിനിറ്റ് കൂടി, എന്നാലും അവസാനത്തും കൂടെ പറഞ്ഞു നിർത്താം. പക്ഷേ അവസാനത്തേത്, ഒൻപതാമത്തേതിൻ്റെ അർത്ഥം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ കാത്തിരിക്കുക അങ്ങ് ചെന്ന് അതെങ്ങനെയാണെന്നൊന്ന് കാണാൻ. സ്തോത്രം. അതുകൊണ്ട് വിശദീകരണം എനിക്കറിയത്തില്ല, എന്നോട് ക്ഷമിക്കുക. ആർക്കെങ്കിലും ആ വിഷയത്തിൽ വെളിപ്പാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോടും കൂടെ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യമാ, അതൊന്ന് വായിച്ചോളൂ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം, ലൂക്ക് ചാപ്റ്റർ 12:37, 37-ാമത്തെ വാക്യം. യജമാനൻ വരും നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. സ്തോത്രം. എനിക്ക് മനസ്സിലാകാഞ്ഞത് പിടികിട്ടിയോ? കർത്താവിൻ്റെ വരവിൽ ഇതെല്ലാം നാം എങ്ങനെ ഒരുങ്ങണമെന്നുള്ളതിൽ ഒന്നും കൂടെ എടുത്ത് ഞാൻ പറയും കേട്ടോ. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി യജമാനൻ കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാ? യജമാനൻ തന്നെ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തും. ആരെയാ? ഉണർന്നിരുന്ന ദാസന്മാരെ ഭക്ഷണത്തിനിരുത്തും. എന്നിട്ട് യജമാനൻ തന്നെ എന്ത് ചെയ്യും? അവർക്ക് ശുശ്രൂഷ ചെയ്യും. എനിക്കതാ പിടികിട്ടാഞ്ഞ്. The Lord himself will serve us. ഇതിൽ തൊട്ട് മുമ്പ് നമ്മൾ വായിച്ചത് the Father will honor us. ഇവിടെ നമ്മൾ കാണുന്നു the Master himself will serve us. How? ഓർക്കുമ്പോൾ ഹൃദയം പിടയും, കണ്ണു നനയും. സ്തോത്രം. ഏതുമില്ലാത്ത
ആരുമല്ലാത്ത ഒത്തിരി വീഴ്ചകളുള്ള, താഴ്ചയും വീഴ്ചയും വന്നിട്ടുള്ള എന്നെ ഞാൻ അവിടെ എത്തുമ്പോൾ എൻ്റെ കർത്താവ് അരകെട്ടി എന്നെ ഭക്ഷണത്തിനിരുത്തും. എനിക്കവൻ ശുശ്രൂഷ ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ അർത്ഥം പൂർണ്ണമായും പിടികിട്ടിയിട്ടില്ല. ഏതാണ്ടൊക്കെ പെസഹ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പങ്കിട്ട് കൊടുത്തതുപോലെയുള്ള ഒരവസ്ഥയാകാം. ഏതായാലും ഇതിനേക്കാൾ എന്നെ മാനിക്കാൻ എന്തിരിക്കുന്നു? നമ്മൾ പലപ്പോഴും ഇവിടെ ഒരു ജോലിയോ ഒരു ഇൻക്രിമെന്റോ ഒരു പ്രൊമോഷനോ ഒക്കെ കിട്ടുമ്പോൾ, ഒരു വണ്ടിയോ ഒരു വീടോ ഒക്കെ കിട്ടുമ്പോൾ കർത്താവിനെ മാനിച്ചെന്നൊക്കെ പറയും. അയ്യോ, ഇതൊന്നും അല്ലെന്നേ മാന്യത. മാന്യത അങ്ങ് ചെല്ലുമ്പോഴാ. സ്തോത്രം. അത് വേണം നാം സ്വപ്നം കാണാൻ. എങ്കിൽ ഇവിടുത്തെ മാന്യതകളൊന്നും മാന്യതയായി നമുക്ക് തോന്നില്ല. ഇവിടുത്തെ ഉയർച്ചകളിൽ നമ്മൾ കോളർ പിടിക്കുകയോ ഇവിടുത്തെ താഴ്ചകളിൽ നിരാശപ്പെടുകയോ ചെയ്യുകയില്ല. അതെ, നമുക്കിന്നിവിടെ നിർത്താം. സ്തോത്രം. കർത്താവ് നമുക്ക് എന്ത് തന്നിരിക്കുന്നു? വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. സ്തോത്രം. ഈ നോർമനെ പോലെ പ്രത്യാശയില്ലാത്തവരായി ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ തളരരുത്. ആത്മഹത്യയ്ക്ക് ശ്രമിക്കരുത്. സ്തോത്രം. മനസ്സും അടുക്കരുത്. വിശ്വാസ ജീവിതവും ശുശ്രൂഷയും നിർത്തിക്കളയാമെന്ന് കരുതരുത്. നമ്മുടെ സഭാ നേതൃത്വമോ നമ്മൾ ശുശ്രൂഷിക്കുന്ന സഭയോ നമ്മോട് കടംപെട്ടിരിക്കുന്ന വ്യക്തികളോ പോലും നമ്മെ ആദരിക്കാതെയും മാനിക്കാതെയും നമ്മെ അറിയാതെയും ഇരിക്കുമ്പോഴും നമ്മുടെ ഉൾത്തടത്തിൽ ഈ 9 കാര്യങ്ങൾ ഓർമ്മ വേണം. നമ്മെ ചേർത്ത് നിർത്തി ആ മഹൽ സദസ്സിൽ ആദരിക്കുകയും നമുക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ഒരു കർത്താവ്, അവനെ നമുക്ക് തേജസ്സോടെ അവനോട് അനുരൂപരായി താൻ ഇരിക്കും പോലെ കാണുവാൻ ഒരു സാധ്യതയുള്ളത് കൊണ്ട് നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ വരവനായി ഒരുങ്ങാം. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയും നാം പ്രാപിപ്പാൻ പോകുന്ന ദൈവ തേജസ്സിനെ കുറിച്ചും കേൾക്കുവാനും നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ വർദ്ധിപ്പാനും ദൈവം സഹായിച്ചല്ലോ. അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നാളെ പതിപോലെ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന് ഞങ്ങളെ കൂട്ടാളികളാക്കണം. അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കും. ആ ദിവ്യ ശക്തി നമുക്ക് മേൽപ്പ് പ്രാർത്ഥിക്കാം. ഇപ്പോൾ